അങ്ങനെ അമേരിക്കയിലെ മിക്ക സ്റ്റേറ്റുകളും കാത്തിരുന്ന ആ ദിവസം വന്നു. ഞങ്ങളിപ്പോൾ ഡാളസിലെ ടെക്സസിൽ. ഇപ്പോൾ സോഫാർ മഞ്ഞായിട്ടൊന്നും പെയ്തില്ല, ഇതെല്ലാം സ്ലീറ്റാണ്. സ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ ഇതിൻ്റെ എന്തോ ചേട്ടനാണ് സ്ലീറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇതുണ്ടോ ഈ മന്തരി പോലെ അല്ലെങ്കിൽ പഞ്ചസാര പോലെ ഇരിക്കും, അതിങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പം അതാണ് ഈ മഞ്ഞ് പോലെ തോന്നുന്നത്. വീണുമ്പോൾ നടക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇവിടെ എല്ലാം എണ്ണി കിടക്കുക വണ്ടിയുടെ മുകളിലേക്കൊന്ന്. ഇത് മഞ്ഞ് പെയ്തതല്ല, മഞ്ഞായിട്ട് ഞാനൊന്നും കണ്ടില്ല. ഇങ്ങനെ സ്ലീറ്റ് വീണ് ഇതുണ്ടോ ഈ പഞ്ചസാര പോലെ നടക്കും. അത് ഈ സ്ലീറ്റ് വീണ് മഞ്ഞ് പോലെ തോന്നുക. ഇന്ന് വൈകിട്ട് മഞ്ഞുണ്ടെന്നാണ് പറയുന്നത്. ഇതാണിപ്പോൾ ഈ നെയ്ബർഹുഡിൻ്റെ അവസ്ഥ. വലുതായിട്ടൊന്നും ഞാൻ പറഞ്ഞ പോലെ പെയ്തില്ല. നോക്കാം, ഇന്ന് വൈകിട്ട് മുതൽ മഞ്ഞും പറയുന്നുണ്ട്. പെയ്യുമ്പോഴേക്കും നടക്കുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം ഐസായി ഇപ്പം തെന്നും ഇവിടെയെല്ലാം. അവിടെ എല്ലാ വണ്ടികളൊന്നും ആരും പുറത്ത് നടക്കുന്നു. ഓക്കെ, ചില സ്ഥലത്തൊക്കെ ഇതിലെപ്പോഴും ടെമ്പറേച്ചറാണ്, തണുപ്പാണ്. കാനഡയിൽ നിന്ന് എൻ്റെ അങ്കിൾ പറഞ്ഞു അവിടെ -40 ആണ്. പക്ഷേ അത് കാനഡ. ഇവിടെ ഒരാളെ സ്ഥലത്തിലൊന്നും തണുപ്പ് വരാറില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും തന്നെ വന്നു കഴിഞ്ഞാൽ വലിയ പണിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി നാളെ ആകുമ്പോൾ അടുത്തത് കാണിക്കാം. സോഫാർ ഏതായാലും വലിയ ക്രേസി ആയിട്ടുള്ള വിധത്തിൽ കാണിച്ചിട്ടില്ല. ദാറ്റ്സ് ഗുഡ്.